വിദ്യാഭ്യാസ രംഗത്തെ വികസനങ്ങൾ കുട്ടികളുടെ മികച്ച ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കണമെന്ന് CK കാസിം MLA പറഞ്ഞു. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രതിഭാതരവ് സംഗമം കായിക കോച്ചിംഗ് ക്ലാസുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ LSS USS ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകളെയാണ് ആദരിച്ചത്. പ്രതിഭാതരവ് എന്ന പേരിൽ സംഗമവും കായിക ക്ലാസുകളുടെ ഉദ്ഘാടനവും ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T കവിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി MLA CK കാസിം പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ വികസനങ്ങൾ കുട്ടികളുടെ മികച്ച ഭാവി ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണമെന്ന് MLA പറഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ കുട്ടികൾക്ക് ഒരു ഉപവിഷയമായെങ്കിലും പഠിക്കാൻ അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും MLA പറഞ്ഞു. നമ്മുടെ ഈ കലാലയം മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നമ്മളെല്ലാവരും തന്നെ കാത്തു പരിപാലിച്ച് കൊണ്ടുപോകേണ്ട സ്ഥാപനമാണ്. കാരണം ഈ മേഖലയിലെ ഒരു ഗവൺമെന്റ് സ്ഥാപനം എന്നുള്ള നിലക്ക് അതിന്റെ കസ്റ്റോഡിയൻ ഗ്രാമപഞ്ചായത്താണെങ്കിൽ കൂടി അതിന് ബ്ലോക്ക് പഞ്ചായത്തിനും ഗവൺമെന്റിനും ഒക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും അവരുടെ DNA-യിൽ എല്ലാവർക്കും ഉണ്ട്, അത് അവരുടേതായ ഒരു ചില ബ്രില്യൻസും അവരുടെ ഒരു സ്കില്ലുമുണ്ട്. അത് മനസ്സിലാക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ കാലികമായ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ചില കോഴ്സുകൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സബ്സിഡിയറി ആയി ഒരു അവരെങ്കിലും കൊടുക്കാൻ വേണ്ടി സാധിക്കണം. പഠിക്കാനുള്ള അവസരം നിലവിലുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അവർക്ക് ജോലി സാധ്യതകൾ ലഭ്യമാക്കി കൊടുക്കാനുള്ള ചില ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ അവർക്ക് സംരംഭകരാകാനുള്ള അവസരങ്ങൾ, തിരുവമ്പാടിയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ കൂടി നമ്മുടെ തിരുവമ്പാടി ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസവും വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് കാർഷിക മേഖലയിലെ സാഹചര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി കർഷകരുടെ പ്രയാസങ്ങൾ അകറ്റാനുള്ള ഒരു സമഗ്ര ടോട്ടൽ പ്രോജക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ തുടക്കം കുറിക്കാൻ സാധിച്ചാൽ തന്നെ വലിയൊരു നേട്ടമാണ്. നമ്മുടെ നാടിന്റെ സ്വയം പര്യാപ്തതയ്ക്ക് അത് ഗുണം ചെയ്യും. നമ്മുടെ പുതിയ തലമുറയെ നമ്മുടെ മണ്ഡലത്തിൽ നിലനിർത്താൻ കഴിയും. സ്കൂളിൽ 2 വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന പ്രധാനാധ്യാപിക ഷെറീന ടീച്ചർക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. സ്കൂളിലെ PTA SMC കമ്മിറ്റികളിൽ ദീർഘകാലം സജീവമായി പ്രവർത്തിക്കുകയും ഈ വർഷം പടിയിറങ്ങുകയും ചെയ്യുന്ന സോജൻ മാത്യുവിനുള്ള ഉപഹാരവും MLA ചടങ്ങിൽ കൈമാറി. വർഷങ്ങളായി സ്കൂളിൽ വിജയകരമായി തുടർന്നു പോരുന്ന കരാട്ടെ പരിശീലനത്തിൻ്റെ പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനവും സ്കൂളിലെ ഫുട്ബോൾ കോച്ചിംഗ് ക്ലാസിൻ്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ചടങ്ങിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ബാബുരാജ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാട്ടോം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഹമ്മദ് കുട്ടി, വാർഡ് മെമ്പർമാരായ P സുഹാസ്, സന്തോഷ് സെബാസ്റ്റ്യൻ എന്നിവരും സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.